പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 20. പേടിക്കാനൊന്നുമില്ലടോ, കുട്ടിക്ക് വിഷമൊന്നും ഏറ്റിട്ടില്ല. കയ്യിലെയും കാലിലെയും മുറിവൊക്കെ മുള്ളുകൊണ്ട് കീറിയതാ. ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിക്ക് മുൻപിൽ വേദപതുവോടെ നിൽക്കുന്ന രാമചന്ദ്രൻ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. താങ്ക്സ് ഡോക്ടർ, എങ്ങനെയാ നിങ്ങളോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു പിതാവിൻ്റെ സന്തോഷം അയാളുടെ മുഖത്ത് ആവോളം ഉണ്ടായിരുന്നപ്പോൾ. അയാൾക്കരികിലായി നിന്നിരുന്ന മുകുന്ദനും ആ വാർത്ത കേട്ടപ്പോഴാണ് ഇത്തിരി ആശ്വാസം വന്നത്. കാരണം ബോധമില്ലാത്തവളെ പോലെ തൻ്റെ കയ്യിൽ തളർന്നു കിടന്നവൾക്ക് എന്തു പറ്റിയെന്നുള്ള ആശങ്ക താനും ഈ കുറച്ച് സമയത്തിനുള്ളിൽ അനുഭവിച്ചതാണ്. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഹരിപ്രിയയുടെ BP നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലായിപ്പോൾ. എന്താണെങ്കിലും പ്രിയ ഒന്ന് എഴുന്നേക്കട്ടെ, അതിനുശേഷം പറയാം ഡിസ്ചാർജിൻ്റെ കാര്യം. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ. ഡോക്ടർ അയാളെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും കാഷ്വാലിറ്റി റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. രാമച്ചൻ പോയി കണ്ടിട്ട് വന്നോളൂ, പ്രിയക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. മുകുന്ദൻ അയാളെ നിർബന്ധിച്ചതും രാമചന്ദ്രൻ എമർജൻസിയുടെ റൂമിൻ്റെ വാതിലും കടന്ന് അകത്തേക്ക് കയറിപ്പോയി. ഹരിപ്രിയ ഉള്ളിലേക്ക് കയറിയതും അവിടെയുള്ള നേഴ്സിംഗ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു നേഴ്സിനോട് അയാൾ പേര് പറഞ്ഞു. ഇടതുവശത്ത് കാണുന്ന 3-ാം ബെഡ്. അവർ മുൻപിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വഴി കാട്ടിയതും രാമചന്ദ്രൻ്റെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. 3-ാം ബെഡിൻ്റെ കർട്ടനുകൾ നീക്കി അകത്തേക്ക് കിടന്നപ്പോൾ അയാൾ കണ്ടു, കണ്ണും പൂട്ടി ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ. മോളെ. നിറഞ്ഞ കണ്ണുകളെ തുടയ്ക്കാൻ പോലും മറന്നുകൊണ്ട് അയാൾ പതിയെ പ്രിയയുടെ ക്യാനല കുത്തിയ കൈയുടെ മുകളിലായി ഒന്ന് തടവിക്കൊടുത്തു. എൻ്റെ പൊന്നുമോൾ എന്തിനാ കാട്ടിലേക്ക് പോയേ? അച്ഛൻ എന്തോരം പേടിച്ചു. അവളുടെ മുഖത്താകമാനം കാണുന്ന ചോരക്കറയുള്ള പോറലുകളിലേക്ക് നോക്കി ആ അച്ഛൻ വിതുമ്പി. സാറേ, ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ല, പുറത്തേക്ക് പോകാവോ? ഒരു സെക്യൂരിറ്റി അകത്തേക്ക് വന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് രാമചന്ദ്രൻ പതിയെ മുഖം തുടച്ചുകൊണ്ട് അയാൾക്ക് പിന്നാലെ ആ മുറിക്ക് പുറത്തേക്ക് കടന്നത്. അവൾ നല്ല ഉറക്കത്തിലാ. മോനിനി വേണമെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. വെയിറ്റിംഗ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിലിരിക്കുന്ന മുകുന്ദൻ്റെ അരികിലേക്കായി ചെന്നിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു. വേണ്ട രാമച്ച, ഒന്നാമത് സന്ദീപേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. രാത്രിയിൽ ഒരു അത്യാവശ്യം വന്ന രാമചന്ദ്രനെ എല്ലാത്തിനും ഓടണ്ടേ. എന്തായാലും അളിയൻ വരട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. മുകുന്ദൻ കട്ടായം പറഞ്ഞതും അയാൾ പിന്നീടൊന്നും സംസാരിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും വരുന്ന കോളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ ആ കസേരയിലേക്ക് ചാരിക്കിടന്നു. അത്രയും നേരം അനുഭവിച്ച ആദ്യ സംഘർഷങ്ങളും രാമചന്ദ്രനെ അത്രമേൽ ക്ഷീണിതനാക്കിയിരുന്നു എന്ന് വേണം പറയാൻ. എന്നാലും അവൾ എന്തിനായിരിക്കും ആ കാട്ടിലേക്ക് പോയേ? ആ ആശുപത്രി വരാന്തയിലെ കസേരകളിലിരിക്കുമ്പോൾ ഇരുവരുടെ ഉള്ളിൽ ആ ചോദ്യം തളം കെട്ടിക്കിടന്നു. തലയ്ക്കുള്ളിൽ അസഹ്യമായ മരവിപ്പ് തോന്നുന്നുണ്ട്, കൂടെ വേദനയും. ശരീരമാസകലം വല്ലാതെ നോവുന്നതുപോലെ തോന്നിയതും ഞാൻ കണ്ണുകൾ തുറന്നു. ആദ്യം ഒരു മൂടൽമഞ്ഞ് പോലെയാണ് എനിക്ക് തോന്നിയത്. പല പ്രാവശ്യം കണ്ണുകൾ ചിമ്മി അടച്ചു തുറന്നപ്പോൾ ചുറ്റിനും ഉള്ളതൊക്കെ പതുക്കെ വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. ആദ്യം കണ്ടത് വെള്ള കർട്ടനുകൾ ചുറ്റിനും തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഞാൻ എവിടെയാണ്? ആദ്യം ഉത്തരം തേടിയത് ആ ചോദ്യത്തിനായിരുന്നു. ആശുപത്രിയിലാണെന്നുള്ള കാര്യം സ്വന്തം കയ്യിൽ കുത്തിയിട്ടിരിക്കുന്ന ക്യാനലയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇത്രയും നേരം ഞാൻ എവിടായിരുന്നു? അമ്പലത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ടാ പോയേ? എനിക്കെന്താ സംഭവിച്ചേ? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? കുറേ ചോദ്യങ്ങൾ തലച്ചോറിനുള്ളിൽ കിടന്ന് വട്ടമിട്ട് പറന്നുവെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ എനിക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ തോന്നിയില്ല. കാരണം മനസ്സിപ്പോഴും ആ കുളക്കരയിലാണ്, മുകുന്ദേട്ടൻ്റെ അടുത്ത്. അതാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ഹൃദയമൊക്കെ കല്ലിച്ചതുപോലെ തോന്നി. ആ ദൃശ്യം മനസ്സിൽ തെളിയുമ്പോൾ മരിച്ചു പോകണേ എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മുകുന്ദേട്ടൻ എൻ്റെ അല്ല എന്നറിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ്. എങ്ങനെയാണ് ഹരിപ്രിയയ്ക്ക്? കടന്നൽ കൂടി ഇളകി വരുന്നത് പോലെയുള്ള എൻ്റെ ചിന്തകളെ തടയിട്ടത് അകത്തേക്ക് കയറുവന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ ശബ്ദമായിരുന്നു. കുഴപ്പമില്ല. ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന തോന്നിയെങ്കിലും അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. അവർ പുഞ്ചിരിയോടെ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നാഡി പരിശോധിച്ചു. 2 കണ്ണുകളും ചൂണ്ടുവിരൽ കൊണ്ട് തുറന്ന് വിളർച്ചയുണ്ടോ എന്ന് തിട്ടപ്പെടുത്തി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് തരാം. ഹരിപ്രിയയ്ക്ക് വീട്ടിൽ പോകണോ? അവർ പുഞ്ചിരിയോടെ ചോദിക്കുന്നത് കേട്ടതും ഞാൻ സമ്മതത്തോടെ തലയൊന്ന് ആട്ടിക്കാട്ടി. കാരണം ആശുപത്രി മണം എന്നെ അത്രമേൽ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. കഴിക്കാനുള്ള മരുന്നുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വന്ന് കാണിക്കണം കേട്ടോ. അവർ കയ്യിലിരുന്ന പ്രിസ്ക്രിപ്ഷൻ കൂടെ വന്ന നേഴ്സിന് നൽകി അവളുടെ തോളിൽ ഒന്ന് തട്ടി.
ശേഷം കർട്ടൻ മാറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീണ്ടും ഒറ്റയ്ക്കായി എന്ന് കഴിഞ്ഞപ്പോൾ മുകുന്ദേട്ടൻ എന്നിലേക്ക് വീണ്ടും വിരുന്നിനെത്തി. എൻ്റെ മനസ്സിന് വീണ്ടും നോവ് തുടങ്ങി. പ്രണയം എന്നത് വേദന മാത്രം തരുന്ന വികാരമാണോ എന്നൊരു ചിന്ത എന്നെ അപ്പോൾ ഇരുത്തി ചിന്തിച്ചു. വേദനിക്കട്ടെ, ഹരിപ്രിയയ്ക്ക് വേദനിച്ചോട്ടെ, മുകുന്ദേട്ടന് വേണ്ടി ഇല്ലാതാവാൻ പോലും ഞാൻ തയ്യാറാണ്. അവളൊന്ന് ചിരിച്ചു ആത്മനിന്ദയോടെ. മോളെ. അമ്മ അപ്പോഴേക്ക് അകത്തേക്ക് കയറി വന്നിരുന്നു. ആളിൻ്റെ മുഖമൊക്കെ കരഞ്ഞു വീർത്തിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാരിത്തുമ്പ് കൊണ്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുമുണ്ട്. ഞാൻ മറുപടിയായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ കോക്കറി കാട്ടിയതുപോലെയാണ് കണ്ടു നിന്നവർക്ക് തോന്നിയത്. എന്തിനാ മോളെ നീ ആ മഞ്ചാടിക്കാട്ടിലേക്ക് പോയേ? അങ്ങോട്ടൊന്നും പൊയ്ക്കൂടാന്ന് നിനക്കറിയാൻ മേലായിരുന്നോ? ഞങ്ങളെ നീ തീറ്റിച്ചല്ലോടി. അമ്മ എൻ്റെ അരികെ വന്നതെന്ന് എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ടു. സത്യം പറഞ്ഞ അമ്മ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല എന്നായിരുന്നു സത്യം. അച്ഛൻ എന്തോരം വിഷമിച്ചെന്ന് നിനക്കറിയോ? മുകുന്ദനാ രാത്രി മഞ്ചാടിക്കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി നിന്നെ തപ്പിയെടുത്തോണ്ട് വന്നത്. എന്നാലും എൻ്റെ കുഞ്ഞെ, നീ എന്ത് കാര്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയേ? അമ്മ വല്ലാതെ കരഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. മഞ്ചാടിക്കാട്ടിലോ? ഞാനോ? ഒരു തരം ഭയത്തോടെയാണ് ഞാൻ ചോദിച്ചത്. പിന്നല്ലേ, രാത്രി 9 മണി വരെ നീ അതിനകത്തായിരുന്നു. നിന്നെ ജീവനോടെ കണ്ടുകിട്ടുമോ എന്ന് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു മോളെ. അമ്മയുടെ വായിൽ നിന്നും കേട്ട സത്യങ്ങൾ എനിക്ക് കഴിക്കുവാൻ തുടങ്ങി. ഞാൻ ആ കാട്ടിൽ പോയെന്ന്, രാത്രി വരെ ആ ഇരുണ്ട കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നെന്ന്, മുകുന്ദേട്ടനാണ് എന്നെ ഒറ്റയ്ക്ക് തവന്ന് തപ്പി കണ്ടുപിടിച്ചതെന്ന്. ഈശ്വര, കുളക്കടവിൽ നിന്ന് ഞാനപ്പോൾ ആ മഞ്ചാടിക്കാട്ടിലേക്കായിരുന്നോ പോയത്? എനിക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇനി അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. എൻ്റെ കുഞ്ഞിനെ ഭഗവാൻ കാത്തു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ എൻ്റെ കയ്യിൽ തൂത്ത് തടവിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് എൻ്റെ കയ്യിലെ ക്യാനല പതിയെ അഴിച്ചു മാറ്റിയെടുത്തു. ശേഷം അവിടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു തന്നു. ഇങ്ങോട്ടേക്ക് ഇരുന്നോ. ഒരു വാർഡ് ബോയ് കൊണ്ടുവന്ന വീൽ ചെയർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ നേഴ്സ് പറഞ്ഞതും ഞാൻ പതിയെ ബെഡിന് മുകളിൽ എഴുന്നേറ്റിരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അമ്മയും ആ സിസ്റ്ററും കൂടി വളരെ ബന്ധപ്പെട്ട് എന്നെ താഴെ ഇറക്കി ആ കസേരയിലേക്ക് പിടിച്ചിരുത്തി. ഞാനുമായി ഒരു വീൽ ചെയർ കാഷ്വാലിറ്റിക്ക് പുറത്തേക്ക് ഉരുണ്ടു. വരാന്തയിൽ കാത്തു നിൽക്കുന്ന അച്ഛനെയും ഏട്ടത്തെയും സന്ദീപേട്ടനെയും ഒന്നും നോക്കാൻ ത്രാണിയില്ലാതെ ഞാൻ തറയിലേക്ക് കണ്ണുകൾ വായിച്ചു. നീ എന്തിനാ പ്രിയ അങ്ങോട്ടേക്ക് പോയത്? വീട്ടിൽ വന്നപ്പോൾ തൊട്ട് വരുന്നവരും പോകുന്നവരും ചോദിക്കുന്ന ചോദ്യം കേട്ട് എനിക്ക് തന്നെ ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയിരിക്കണം, അതുകൊണ്ട് ആ കാട്ടിലേക്ക് പോയി. ഏതോ ഒരു അയൽവാസി എന്നെ കാണാൻ വന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നീരസത്തോടെ മറുപടി നൽകിയത്. അപ്പോഴാണ് എനിക്കും ഒരു കാര്യം പിടികിട്ടിയത്. അതെന്താണെന്ന് വെച്ചാൽ എന്നെ മഞ്ചാടിക്കാട്ടിൽ കാണാതെ പോയെന്നുള്ള കാര്യം ഈ നാട് മൊത്തം അറിഞ്ഞു എന്നുള്ളത്. ഉണ്ണിയച്ഛനും അനിതാമ്മയും ഒക്കെ എന്നെ കാണാനായി ഓടിപ്പിടിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് കാണേണ്ട ആൾ മാത്രം വന്നില്ല എന്ന് വേണം പറയാൻ. ഞാൻ ആ ദിവസം മുഴുവൻ മുകുന്ദേട്ടനെയും കാത്തിരുന്നു. കാത്ത് കണ്ണു കഴിച്ചതല്ലാതെ ആൾ വന്നില്ല. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്തിനു വരണം? എൻ്റെ പ്രണയം അറിഞ്ഞത് പിന്നെ ആൾക്ക് എന്നോട് വെറുപ്പല്ലേ? പരിഭവങ്ങളും പിണക്കങ്ങളുമായി ഞാൻ എൻ്റെ മുറിയിലെ കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്നു. അപ്പോഴും മനസ്സ് ഏട്ടനെ ഓർത്ത് കരയുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആരോ ഡോറും തുറന്ന് എൻ്റെ മുറിക്കകത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മുഖമുയർത്തി നോക്കിയപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി. സന്ദീപേട്ടനോടൊപ്പം എന്നെ കാണുവാനായി എൻ്റെ മുറിയിലേക്ക് വന്ന മുകുന്ദേട്ടൻ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഒരേ സമയം സന്തോഷവും സങ്കടവും എന്നിലുണ്ടായി. എന്നെ കാണുവാൻ ഏട്ടൻ വന്നുവല്ലോ എന്നതായിരുന്നു സന്തോഷത്തിന് കാരണമെങ്കിൽ ഏട്ടൻ്റെ മനസ്സിൽ മറ്റൊരുവളാണല്ലോ എന്നുള്ളത് എന്നെ സങ്കടക്കടലിൽ ആഴ്ത്തി. പ്രിയയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആളിൻ്റെ ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം എൻ്റെ മുറിയിൽ മുഴങ്ങിക്കേട്ടു. കുഴപ്പമില്ല. പരവേശം തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു. വേദന കുറവുണ്ടോ? വീണ്ടും ഏട്ടൻ്റെ ചോദ്യം എൻ്റെ ചെവിയിൽ പതിഞ്ഞു. കുറഞ്ഞു. ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി. ഇപ്പോൾ വരാവേ, അർജൻറ്റാ. അപ്പോഴേക്കും സന്ദീപേട്ടൻ്റെ ഫോണിൽ ഒരു കോൾ വന്നത് കാരണം ഏട്ടൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാനും എൻ്റെ മൂന്നേട്ടനും മാത്രമായി. നിമിഷങ്ങൾ ഞങ്ങൾക്കിടയിൽ കൂടെ ഇഴഞ്ഞു നീങ്ങി. ഏട്ടൻ പതിയെ മുറിയിൽ കിടക്കുന്ന സെറ്റിയിലേക്ക് ചെന്നിരിക്കുന്നത് ഞാൻ ഒളിക്കണ്ണിട്ട് നോക്കിയപ്പോൾ കണ്ടു. പ്രിയ എന്തിനാണ് മഞ്ചാടിക്കാട്ടിലേക്ക് പോയത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മൂന്നേട്ടൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം എൻ്റെ ചെവിയോരം പതിഞ്ഞു. എനിക്കറിയില്ല. ആളോടൊപ്പം അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. പ്രിയ അറിയാതെ പ്രിയ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത്? ആൾ പിന്നെയും വിശ്വാസമില്ലാതെ ചോദിക്കുന്നുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞേ, എനിക്കറിയില്ല. ഞാൻ വീണ്ടും പറഞ്ഞു.
നീ എന്താ മനുഷ്യനെ കളിയാക്കുവാണോ? എന്നോട് ഏട്ടൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദേഷ്യവും സങ്കടവും എല്ലാം എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരുവാനായി ബഹളം കൂട്ടി തുടങ്ങിയിരുന്നു. ഞാനെന്തിനാ കളിയാക്കുന്നേ? ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. എൻ്റെ സംസാരവും ഇത്തിരി റൂഡായിട്ട് മാറി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ പ്രിയേ? മുകുന്ദേട്ടൻ്റെ ആ ഒരു ചോദ്യം എന്നിലെ ഭ്രാന്തിയെ പുറത്തേക്ക് ചാടിക്കാൻ പോന്നതായിരുന്നു. എന്നിലെ വാശിക്കാരി പൊടുന്നതിന് സട കുറഞ്ഞു എഴുന്നേറ്റു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, വായിച്ചിട്ട് റിവ്യൂ തരണേ പിള്ളേരെ.